PCOD ഒരു ഭീകരനാണോ? 15% സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ പ്രോബ്ലമാണ് PCOD. പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, സ്കാനിൽ സിസ്റ്റ് കണ്ടു, PCOD ആണ്. PCOD സിസ്റ്റേ അല്ല. നോർമലി സ്ത്രീകളുടെ ഓവറിയിൽ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസിനുള്ളിലാണ് എഗ് ഇരിക്കുന്നത്. ഈ ഫോളിക്കിൾസ് ഒരെണ്ണം ഓരോ മാസവും വളർന്ന് വലുതായി പൊട്ടി എഗ് പുറത്തു വരും. അതിനാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ PCOD ഉള്ളവരിൽ ഫോളിക്കിൾസിന്റെ എണ്ണം ക്രമാതീതമായി അധികമായിരിക്കും. പൈസ കൂടിപ്പോയതിന് സങ്കടം വരുമോ? എന്തിനാണ് ഇതൊരു അസുഖമായിട്ട് പറയുന്നത്? പൈസ കൂടിപ്പോയി, പെട്ടിയുടെ താക്കോല് നമ്മുടെ കയ്യിലില്ലെങ്കിൽ സങ്കടം വരത്തില്ലേ? അതായത് PCODയിൽ ഫോളിക്കിൾസ് ധാരാളം ഉണ്ട്, പക്ഷേ അതിൽ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് വളർന്ന് വലുതായി പൊട്ടി എഗ് പുറത്തു വരുന്നില്ല. അതായത് ഓവുലേഷൻ നടക്കുന്നില്ല. ഈ ഓവുലേഷൻ നടക്കാത്തത് മൂലം പീരീഡ്സ് ക്രമം തെറ്റുകയോ കുഞ്ഞുങ്ങളാകാൻ താല്പര്യമുള്ളവരിൽ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് അതിന് താമസം നേരിടുകയോ ചെയ്യാം. ഇതാണ് PCOD. ഇനി PCOD ഒരു ജനറ്റിക് ഡിസീസാണ്, അതായത് ജന്മനാ ഉള്ളതാണ്. പക്ഷേ അമിത വണ്ണം ഉള്ളവരിൽ ഇതിന്റെ ആഘാതം കൂടുതലായിരിക്കും.